ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാവുന്നൊരു സേമിയ റെസിപ്പിയാണ്. സേമിയ കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ഒരു വൈകുന്നേരത്തിന് സ്നാക്ക് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ഒരു സാഫ്രോൺ ഉണ്ടല്ലോ, കുങ്കുമം ഒരു പിഞ്ച്, നമ്മൾ എത്ര ഗ്ലാസ്സിന് സേമിയ എടുക്കുക വെച്ചാൽ അത്ര ഗ്ലാസ്സിന് ഉള്ളൊരു കണക്കിൽ 2 പിഞ്ച് എടുക്കുക. രണ്ട് ഗ്ലാസ് സേമിയ എടുക്കണമെങ്കിൽ അത് ഒരു ഗ്ലാസ് സേമിയ എടുത്തിട്ടുള്ളൂ 250 ml ഗ്ലാസ്സിന്. ആ സേമിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ഗ്ലാസ്സിൽ തന്നെ. എന്നിട്ട് അത് വെള്ളത്തിലിട്ടേക്കുക 1 മണിക്കൂറോളം വെച്ചതിന് ശേഷം പിന്നെ അത് നമുക്ക് ഈ 250 ml ഗ്ലാസ് സേമിയ എടുത്താൽ സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നെയ്യിൽ ചെറിയ തീയിൽ വെച്ച് വറക്കണം കേട്ടോ, കരിയരുത്. പിന്നെ അധികം മൂക്കും വേണ്ട, മീഡിയം മൂപ്പിൽ എടുത്ത് കോരിയെടുത്തതിന് ശേഷം പിന്നെ ആ ചട്ടിയിൽ തന്നെ നമുക്ക് 4 മുട്ട 5 മുട്ട ഞങ്ങൾക്ക് എത്ര മുട്ട വേണമെന്ന് വെച്ചാൽ അത്രയും മുട്ട നമുക്ക് നെയ്യിൽ വെച്ചിട്ട് ചിക്കിയെടുക്കുക. അതിലേക്ക് വേണ്ട പഞ്ചസാര എത്രയും മധുരം വേണമെന്ന് വെച്ചാൽ ഞാൻ മധുരം കുറവായിട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക, മധുരം ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. മുട്ടൻ്റെ നന്നായിട്ട് ചിക്കിയെടുക്കുക. ചിക്കിയെടുത്ത ശേഷം അതൊരു ബൗളിലേക്ക് കോരിയെടുത്തേക്കുക. കോരിയെടുത്ത ആ പാത്രത്തിൽ തന്നെ നമുക്ക് നമ്മൾ കുങ്കുമ വെള്ളത്തിലിട്ടില്ല ആ വെള്ളം, പിന്നെ 3 ഏലക്കായ നന്നായി ചതക്കിയിടുക. ആ വെള്ളം തിളച്ച് വന്നുകൊണ്ടാൽ പിന്നെ കുഞ്ഞ് തീയിൽ വെച്ചിട്ട് ഈ സേമിയ അതിൽ കിടന്ന് വേവണം. അതിലേക്ക് വേണ്ട മധുരം ഇട്ട് കൊടുക്കുക. പഞ്ചസാര എത്ര ഇട്ട് കൊടുക്കുക. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ടുള്ളൂ, എനിക്ക് മധുരം പറ്റാത്തതുകൊണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ അത്ര ഇട്ട് കൊടുക്കുക. അതിൽ കുത്തി വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ മധുരം ഇടുമ്പോൾ ലാസ്റ്റ് ഇട്ടാൽ മതി. അങ്ങനെ സേമിയ ഒന്ന് വേവട്ടെ വെള്ളത്തിൽ കിടന്നിട്ട് കുഞ്ഞ് തീയിൽ വെച്ചിട്ട് വേവിക്കണം. എന്നതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കൻ മുട്ട ഉണ്ടല്ലോ അത് അതിൽ കിട്ടും. നല്ല രസമുള്ളൊരു റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. ലാസ്റ്റ് ഇത്തിരി നെയ്യോ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ടേസ്റ്റ്. രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് എന്നും പറയുന്നമാതിരി കമൻറ്റ്സ് ഇതൊക്കെ ഇറക്കി സപ്പോർട്ടൊക്കെ ചെയ്യിട്ടാൽ മറക്കല്ലേ.